എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് അയ്യപ്പ ഭാഗവതം പാരായണം 46-ാം ദിവസം. ഓം സ്വാമിയേ ശരണമയ്യപ്പ. മഹിഷീമർദ്ദനം. കുംഭീമുഖാനുജൻ തമ്പുരാനയ്യപ്പൻ ഇമ്പമോടെ ഭൂതവൃന്ദങ്ങളും ചേർന്ന് സത്വരം സ്വർലോകത്തേക്കെത്തിയ നേരത്തിങ്കിൽ ക്രുദ്ധയാം മഹിഷിയും ബദ്ധചിത്തയായി തീർന്നാൾ. ഉദ്ധതയായിടുന്ന മത്തകാമിനിക്കപ്പോൾ ദക്ഷിണാക്ഷിയും ഭാരം വിറച്ചു തുടങ്ങിതേ. ദുഃഖചിത്തരായി പമ്പാവാഹിനി തടസ്ഥലേ മർത്യരക്ഷകൻ തന്നെ സേവിച്ചുമേവും നാഗസക്തമന്മാർക്കെല്ലാം അപ്പോൾ വിറച്ചു നിജ നിജ ദക്ഷിണാക്ഷികൾ ഭാഗ്യമീ അടയാളം. കമ്പമന്യേ മുമ്പിൽ കണ്ടൊരു ഭഗവാനെ സംഭ്രമത്തോട് കോപാക്രാന്തയാ മഹിഷീമുഖി ശൃംഖങ്ങൾ ഉയർത്തിയിട്ട് സത്വരം കുത്തിയിടുവാൻ വങ്കയും ചാടിയിടുമ്പോൾ പങ്കനാശനൻ ദേവൻ മന്ദഹാസവും തൂകി മന്ദം മന്ദമായി ചെന്ന് മങ്കതൻ ശൃംഗം തൊട്ട നേരത്ത് മഹിഷിയും ശങ്കിച്ചാളൊരു നേരം ശങ്കരായിതാരുപോൽ ചന്ദ്രശോഭകൾ പേറും സുന്ദരകളേബരൻ. എങ്കിലും വിചാരിച്ചാൽ മാന്ത്രികനാകാമിവൻ മങ്കയെ ഭ്രമിപ്പിപ്പാൻ ചിന്തിക്കുമൊരു അങ്കൻ. സങ്കടം ഭവിച്ചിടും ചതിയായി പിണഞ്ഞുപോം ശങ്കയന്യേരണം ചെയ്യുകയെന്നുറച്ചവൾ ഉയർന്നു ചാടി കാലാൽ കിളർത്തി ധൂളി വേഗം ഉയർന്നു ചാടിയവൾ ദേവൻ മേലിലായി ക്ഷണം. ഉയർന്നു കോപം ദേവൻ്റെ ഉള്ളത്തിലുടനപ്പോൾ ഉയർന്ന കരങ്ങളാൽ പിടിച്ചു അവൾ തൻ്റെ ഉയർന്ന ശൃംഗം കൂട്ടി പാദങ്ങൾ ഭഗവാനും ഉയർത്തി ശിരോമേതേ വട്ടത്തിൽ ചുഴറ്റിയും ഉയർത്തി എറിഞ്ഞുതേ ഘോരതൻ ഗാത്രം ദേവൻ ആകാശം ഭേദിച്ചുടൻ ആർത്തനാദത്തോടവൾ പാർത്തലേ വധിച്ചപ്പോൾ മേരുപർവ്വതം പോലെ വൻപാതന്നുടൽ വേഗം ഭൂതലെ വധിച്ചപ്പോൾ വൻപാർന്ന ദേവൻ ശ്രീമണികണ്ഠനും അന്നേരത്തിൽ ഇമ്പമോടവൾ മെയ്മേൽ സമ്പ്രതി കൂടച്ചാടി ഇമ്പമായി നടനങ്ങൾ ദേവനും തുടങ്ങിനാൻ. പാരിതിൽ സഹ്യാദ്രിതൻ പാർശ്വമാമാരണ്യത്തിൽ പാപിയാൾ ഗാത്രം വന്ന് ഭൂമിയിൽ പതിച്ചപ്പോൾ പാപാരി അനങ്കാരി പ്രീതനായി ഗംഗ തന്നെ പാരാതെ നിയോഗിച്ചാൻ ഭൂതല ശുദ്ധിക്കായും പാപനാശരനുടെ ഗാത്രശുദ്ധിക്കും വേണ്ടി അന്നതീ പാരിൽ പ്രീതലാലസയായി തത്ര വന്നൊരുക്കയാലാഖയുണ്ടായി അലസയായി പാപനാശിനി പമ്പ ഭൂവിതിലൊഴുകുന്ന പാർശ്വഭാഗത്തിൽ നിന്നായി ഒഴുകും അലസയാൾ. പേരിനാൽ നനച്ചിടാം പാപാലസ്യങ്ങൾ നീക്കും പേർ പെറ്റോൾ അലസയായി ഒഴുകും നദിയെന്നും ഭീമരൂപയാം ധനുവംശതൻ ഗാത്രം പാർക്കിൽ ഭീമാകാരത്തിൽ നീളം 10 യോജന തന്നെ വണ്ണവും ചേരുന്ന 6 യോജന ദൂരത്തോളം പൊണ്ണിതൻ ഗാത്രം പൊക്കം അമ്പരത്തോളം തന്നെ. ഇങ്ങനെ ഗിരിരൂപമാർന്നവൾ മേലിൽ ദേവൻ ഭംഗിയായി പദം ചേർത്ത് താളത്തിൽ നൃത്തം വെച്ചാൻ. ഒന്നുടൻ വലം പാദം പിന്നെ അങ്ങിടം പാദം എന്നീ ക്രമത്തിൽ നൃത്തം ചെയ്തിടും മണികണ്ഠൻ. രൗദ്രവും ബീഭത്സങ്ങൾ വീരാതി നവരസ ഭാവങ്ങളെല്ലാം ജമ്മേ കാട്ടുമാതയാമയൻ. മർദ്ദനം ചെയ്യാൻ നാഥൻ നർത്തനം ചെയ്തിടുമ്പോൾ എത്തിയങ്ങാകാശാന്തേ ദിവ്യമാമുനി വൃന്ദം. യക്ഷന്മാർ ഉരകന്മാർ കിന്നരന്മാരും സിദ്ധ ചാരണന്മാരും തത്രക്കും പുരുഷാദികളും മറ്റു ലോകങ്ങൾ തോറും വസിക്കും ജനങ്ങളും തക്കത്തിൽ വന്നാർ ഭൂതനാഥൻ്റെ നൃത്തം കാൺമാൻ. സാമഗാനങ്ങൾ ചേർത്ത് വീണയും ശ്രുതിമീട്ടി നാൻമുഖസുതൻ മുനി നാരദൻ വന്നാൻ തത്ര. ചാലവേ സപ്തർഷിമാർ ആലപിച്ചോങ്കാരവും ദേവന്മാർ മറ്റുള്ളോരും പാടിനാർ നവാക്ഷരി. നീലകണ്ഠരും ദേവി ഉമയും വൃഷോഭരി മേളമായി വന്നാർ പുത്രനർത്തനം കണ്ടിടുവാൻ. മേളമോടരവിന്ദാക്ഷൻ മങ്കയുമായിട്ടുടൻ ചാലവേ ഗരുഡോപരി വന്നോരു നേരത്തിങ്കൽ നാൻമുഖൻ മനോഹരി ഭാമിനി സമേതനായി ഭൂമിയിലെത്തി മുതാ നർത്തനം കണ്ടിടുവാൻ. ഈ 7 ലോകങ്ങളുമാകവേ ഭഗവാന്റെ ആടലങ്ങകറ്റിയിടും മേളമാ നൃത്തം കണ്ടാർ. താണ്ഡവം ധൃതിയേറി മഹിഷി ശിരസിങ്കൽ കിടത ചുവടതിൽ പാദം ചലിച്ചപ്പോൾ കിടുകിടാ ലോകങ്ങളെല്ലാം വിറച്ചതേ. കടപുഴകി മാമരജാലം മറിഞ്ഞപ്പോൾ കടുകുകൾക്കുള്ളിലും ദൈത്യർ ഒളിച്ചതേ. ഇടമറിയും അബ്ധികളാകെ കയർത്തുതേ. അചലവര ശൃംഗങ്ങളെല്ലാം വിറച്ചുതേ. പെരുവിടിന വിദ്യുത് പ്രചണ്ഡ രവങ്ങളാൽ ഭുവനമഖിലങ്ങളും പാരം ഭയന്നുതേ. വിപിനമഖിലങ്ങളിൽ വാഴും മൃഗങ്ങളും അവനി അഖിലങ്ങളിൽ മണ്ടി നടന്നുതേ. പവന ഭഗവാനും ഭയന്നു വിറച്ചുതേ. ഗഗനജലപക്ഷിജാലങ്ങൾ വിറച്ചുതേ. അജലവരതുല്യ ശരീരീതൻ ഭാരത്താൽ
അമരുമിക ഭക്തികളെല്ലാം അനന്തനും കഠിനമായി ചൂടും നിറഞ്ഞു ഭുവനത്തിങ്കൽ. കഠിനമായ വാസവും മാനവജാതിക്ക് കഠിനമായി ഭൂലോകവാസികളന്നേരം കാരുണ്യശാലിയെ സേവ തുടങ്ങിനാർ. ഓം സ്വാമിയേ ശരണമയ്യപ്പ. അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.